വെൽക്കം ബാക്ക് ടു ജാസി അമ്മി കുക്കിംഗ്. ഇന്ന് നമ്മളൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രിൽ ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ പുഴക്കരയിൽ പോയിട്ട് ചെയ്ത ഗ്രിൽ ചിക്കൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഗ്രിൽ ചിക്കൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മളൊരു സ്പെഷ്യൽ മസാലയൊക്കെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ, വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ഫ്ലേവറിൽ അതിലും നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഈ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുള്ളൂ, അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിലേക്കായിട്ട് നമ്മളൊരു 6 പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ 1 കിലോയിൽ കുറച്ച് കൂടുതൽ ചിക്കനാണ് നമ്മൾ ഇതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, 2 പീസ് ഇഞ്ചിയും 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തൈര് ഇതുപോലെ പാലൊക്കെ അരിക്കുന്ന ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്കായിട്ട് യൂസ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. ഇത് 2 പിഞ്ചാണ് എടുക്കുന്നുള്ളൂ, പക്ഷേ ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി നമ്മുടെ സ്പെഷ്യൽ മസാലയ്ക്കായിട്ട് ഒരു 3 സ്റ്റാർ അനൈസ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്, ഒരു ചെറിയ പീസ് പട്ട, 10 പീസോളം ഏലക്ക, ഒരു ജാതിപത്രിൻ്റെ ഒരു പീസ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 10 പീസോളം ഗ്രാമ്പൂ, 1 ടീസ്പൂണോളം മല്ലി സീഡ്സ്, പിന്നെ ഒരു 4 പീസ് ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ ആ തൊണ്ടൊന്നൊക്കെ ഒന്ന് എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് ഇത് കുറച്ച് തരിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇതുപോലെ LG കായം പൗഡർ ചേർത്തെടുത്തിട്ടാണ്. അപ്പോൾ കായം പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ടിട്ട് നമ്മൾ ആ മസാല ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗ്രിൽ ചിക്കൻ്റെ അതേ ഒരു ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് തരികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കനിലേക്ക് ചേർക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്തത്. ഇതുപോലെ നല്ല ഡീപ്പായിട്ട് തന്നെ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പലപ്പോഴും ഈ ഗ്രിൽ ചിക്കനൊക്കെ ചെയ്യുമ്പോൾ ഉള്ളു വേവാത്തൊരു പ്രശ്നം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഡീപ്പായിട്ട് തന്നെ ചിക്കൻ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുവാണെങ്കിൽ അങ്ങനെ വേവാത്തൊരു പ്രശ്നം വരില്ല. നമുക്ക് അതുപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ കുരുമുളക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതിയാകും. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച 1 ടീസ്പൂൺ കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈര് ഇപ്പോൾ നല്ല കട്ട തൈരായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്തത്. ഇനി ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കസൂരി മേത്തി ചേർക്കാൻ നേരം ഇതുപോലെ കയ്യിലൊന്ന് ഞെരടിയതിന് ശേഷം കസൂരി മേത്തി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച സ്പെഷ്യൽ മസാല ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നുകൂടി മിക്സിയിലിട്ട് ഒന്നുകൂടി പൊടിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ അരമുറി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല റെഡിയാക്കിയിട്ട് ഇതൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ചിക്കനിലേക്ക് ഇപ്പോൾ തന്നെ മസാല ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഡീപ്പായിട്ട് തന്നെ നമ്മൾ വരഞ്ഞു കൊടുത്തുകൊണ്ട് അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും.
അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ നന്നായിട്ട് ആ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ പീസും ഇതുപോലെ കയ്യിലെടുത്ത് നമ്മൾ ഓരോ പീസായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ എല്ലാ പീസിലേക്കും ഇതുപോലെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പീസിലും മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നല്ലെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു പാനൊന്ന് ചൂടാക്കാം കേട്ടോ. എൻ്റെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ചൂടോടെ തന്നെ അത് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആ എണ്ണയൊക്കെ നന്നായിട്ട് ചിക്കനിലൊന്ന് ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിടാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമ്മളൊരു 3 അവേഴ്സെങ്കിലും മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2-3 ഡ്രോപ്പ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇത് ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു 3 അവേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇതെടുത്ത് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഔട്ട്ഡോർ കുക്കിങ്ങിനായിട്ട് പോയപ്പോൾ നമ്മുടെ പുഴക്കരയിലാണ് ഈ ഗ്രില്ല് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രില്ലിന് മുകളിൽ ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ചിക്കൻ പീസുകൾ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് എല്ലാ പീസിലേക്കും ഒരുപോലെ തന്നെ ഈ കനലിൻ്റെ ചൂടടിച്ചിട്ട് ഒരേ സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ പീസുകളെല്ലാം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചിരട്ടക്കനലാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഓരോ 5 മിനിറ്റിലും നമ്മൾ ഗ്രില്ലിങ്ങനെ തിരിച്ചും മറിച്ചും കൊടുത്ത് ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഇത് കുക്കായിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ശരിക്കും ആ മഞ്ഞൾപ്പൊടിയും എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കില്ലേ, ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റുമായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാത്ത ഇൻഗ്രീഡിയൻസ് ആണല്ലോ അത്, ഈ കായവും അതുപോലെ നല്ലെണ്ണയൊക്കെ. പക്ഷേ ആദ്യമായിട്ട് ഈ ഒരു റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ആ മസാല റെഡിയാക്കിയിട്ട് നമ്മൾ സ്മെൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്തപ്പോൾ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾ റെഡിയാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ഈ ഒരു മസാല ഒന്ന് റെഡിയാക്കിയിട്ട് ഗ്രില്ല് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.